മോഹൻലാൽ 500 കോടിയിലേക്ക്, തുടരും ചരിത്ര നേട്ടത്തിലേക്ക് നീങ്ങുന്നു. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ വന്നാൽ എന്ന വാചകം സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ ആരാധകർ ഇടയ്ക്കിടയ്ക്ക് പങ്കുവെക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് തൻ്റെ ആരാധകർ ഇത് പറയുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ. മലയാള സിനിമയിൽ ഇന്നുവരെ ആരും തൊട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇനി ആർക്കും തൊടാനാകാത്ത ഒരു റെക്കോർഡാണ് മോഹൻലാൽ സ്വന്തം പേരിൽ കുറിച്ചത്. വെറും 2 മാസത്തിനുള്ളിൽ 2 തവണ 200 കോടി കളക്ഷൻ നേടിയ താരമായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ. എമ്പുരാൻ, തുടരും എന്നീ സിനിമകളാണ് മോഹൻലാലിന് ഈ നേട്ടം സമ്മാനിച്ചിരിക്കുന്നത്. മാർച്ച് 27-നായിരുന്നു എമ്പുരാൻ റിലീസ് ചെയ്ത് വെറും 40 മണിക്കൂറിൽ 100 കോടി ക്ലബ്ബിലെത്തിയ എമ്പുരാൻ 5-ാം ദിനം തന്നെ 200 കോടി ക്ലബ്ബിലും ഇടം നേടിയിരുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമെന്ന നേട്ടം സ്വന്തമാക്കിയാണ് എമ്പുരാൻ വിജയക്കുതിപ്പ് അവസാനിപ്പിച്ചത്. ആകെ 268 കോടി രൂപയാണ് എമ്പുരാൻ കളക്ട് ചെയ്തത്. തുടരും ഏപ്രിൽ 25-നായിരുന്നു റിലീസ് ചെയ്ത് 17-ാം ദിവസമാണ് തുടരും 200 കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത്. ഇതോടെ മലയാള സിനിമയിലെ മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡും താരം സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. മലയാളത്തിൽ ഇതുവരെ 200 കോടി ക്ലബ്ബിൽ കയറിയത് 3 സിനിമകളാണ്. അതിൽ 2 മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നതാണ് പ്രത്യേകത. ബോക്സ് ഓഫീസിലെ മോഹൻലാലിന്റെ റെക്കോർഡ് ഇതുകൊണ്ടും തീരുന്നില്ല. മലയാളത്തിലെ ആദ്യ 50 കോടി, 100 കോടി, 250 കോടി സിനിമകൾ എല്ലാം മോഹൻലാലിന്റെ പേരിലാണ്. 100 കോടി ക്ലബ്ബിൽ കയറിയ 11 സിനിമകളിൽ 4 മോഹൻലാലിന്റെ പേരിലാണ്. എമ്പുരാൻ 268 കോടി, തുടരും 200 കോടി, പുലിമുരുകൻ 137 കോടി, ലൂസിഫർ 129 കോടി എന്നിവയാണ് 100 കോടി ക്ലബ്ബിലെ മോഹൻലാൽ ചിത്രങ്ങൾ. അതേസമയം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി തുടരും കഴിഞ്ഞ ദിവസം മാറിയിരുന്നു. ടോവിനോ തോമസ്, ജൂഡ് ആന്റണി ജോസഫ് ചിത്രം 2018-നെ മറികടന്നാണ് തുടരും ഈ നേട്ടം സ്വന്തമാക്കിയത്. ആഗോള കളക്ഷനിൽ 250 കോടി പിന്നിട്ടിട്ടും കേരളത്തിൽ 2018-നെ മറികടക്കാൻ എമ്പുരാന് സാധിച്ചിരുന്നില്ല. ഇതാണ് വലിയ ഹൈപ്പില്ലാതെ എത്തിയ തുടരും സ്വന്തമാക്കിയത്. ചില യാത്രകൾക്ക് ആരവങ്ങളല്ല വേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സ് മാത്രം. കേരളത്തിലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ തുടരും അതിന്റെ സ്ഥാനം കണ്ടെത്തി. എല്ലാ സ്നേഹത്തിനും നന്ദി എന്നാണ് 200 കോടി നേട്ടം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആദ്യ ദിനം 5.25 കോടി രൂപയായിരുന്നു തുടരും നേടിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതിന് താഴേക്ക് കളക്ഷൻ വീണതേയില്ല. പല തിയേറ്ററുകളിലും അധിക ഷോയും മറ്റുമായി തുടരും ചരിത്രത്തിൽ ഇടം നേടി. 10 ദിവസത്തിനുള്ളിലാണ് സിനിമ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയത്. 90.35 കോടിയാണ് തുടരുമിന്റെ ഇതുവരെയുള്ള കേരള കളക്ഷൻ. തരൺമൂർത്തി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശോഭനയാണ് മോഹൻലാലിന്റെ നായികയായി എത്തിയത്. വെറും 2 മാസത്തിനുള്ളിൽ എമ്പുരാൻ, തുടരും എന്നീ സിനിമകളിലൂടെ മോഹൻലാൽ നേടിയിരിക്കുന്നത് 468 കോടി രൂപയ്ക്ക് മുകളിലാണ്. നിങ്ങൾ ഈ 2 സിനിമകളും കണ്ടിട്ടുള്ള ഒരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക. കൂടാതെ നിങ്ങളൊരു കട്ട ലാലേട്ടൻ ഫാനാണെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.